സോ ലെറ്റ്സ് കണ്ടിന്യൂ. നമ്മൾ പറഞ്ഞ് പകുതിക്ക് വെച്ച് നിർത്തിയത് റീപ്രൊഡക്ഷനാണ്. ആക്ടിനോഫിസിൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ച്. അത് കോമൺ ആയിട്ട് നടക്കുന്നത് ബൈനറി ഫിഷനിലൂടെയാണ്. ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് സിമ്പിൾ ഡിവിഷൻ വഴി ഫിഷൻ വഴി രണ്ടായി തീരുന്നു, ബൈനറി ഫിഷൻ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓട്ടോഗമി അഥവാ സെൽഫ് ഫെർട്ടിലൈസേഷനാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ദ ഇൻഡിവിജ്വൽ അണ്ടർഗോസ് എൻസിസ്റ്റ്മെൻറ്റ്. എൻസിസ്റ്റ്മെൻറ്റ് നമ്മൾ ജനറൽ ക്യാരക്ടേഴ്സിൽ പറഞ്ഞാണ് എന്താണ് ഒരു പുറം തോട് അല്ലെങ്കിൽ ഒരു സിസ്റ്റ് അതുണ്ടാക്കി അതിൻ്റെ ഉള്ളിലിരിക്കുന്നതിനാണ് എൻസിസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റ് ഉണ്ടാക്കി ഈ ഇൻഡിവിജ്വൽ ഉള്ളിൽ കയറി സിസ്റ്റിൻ്റെ ഉള്ളിൽ വെച്ച് അത് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, ഫിഷൻ നടക്കുന്നു. ഉണ്ടാവുന്ന രണ്ട് സെല്ല് രണ്ട് ഗമീറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. ഈ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സിസ്റ്റിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തുണ്ടാവുന്ന സെല്ലിനെ നമ്മൾ സൈഗോട്ട് എന്ന് വിളിക്കുന്നു. ആ സൈഗോട്ട് രണ്ട് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്ത് അവസാനം സിസ്റ്റ് പൊട്ടിച്ച് അത് അഡൾട്ട്സായിട്ട് പുറത്ത് വരുന്നു. അതിനാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇറ്റ് അബൌട്ട് ദി സൺ ആനിമൽ ക്യൂ. ഇനി അടുത്ത ഫൈലം എന്ന് പറയുന്നത് ഡൈനോഫ്ലാജെല്ലേറ്റ. ഇതെല്ലാവർക്കും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫൈലമായിരിക്കും. ഇവിടെ കൊടുത്തേക്കുന്ന പടം നോക്റ്റിലൂക്ക എന്ന് പറഞ്ഞ ഒരു ഡൈനോഫ്ലാജെല്ലേറ്റിൻ്റെ പടമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മേ ബി അതൊന്നും നിങ്ങൾക്ക് അത്ര പരിചയമില്ലെങ്കിലും പരിചയമുള്ളവർ കാണാം. ആൽഗൽ ബ്ലൂംസിനെ കുറിച്ചൊക്കെ അറിയാത്തവരായി ആരും കാണില്ല. അപ്പോൾ ആൽഗൽ ബ്ലൂംസിന് കാരണമായ ഓർഗാനിസംസ് വരുന്ന ഫൈലമാണ് ഡൈനോഫ്ലാജെല്ലേറ്റ. പ്രിഡോമിനൻ്റ്ലി മറൈൻ ഫോംസ് അഥവാ സീ വാട്ടറിലാണ് കാണുന്നത്. പ്ലാങ്ക്ടോണിക് ഫോംസ് ആണ്. പിന്നെ ഇതിന് രണ്ട് ഫ്ലാജെല്ലയുണ്ട്, അതുകൊണ്ട് ആ പേര് വന്നേക്കണതാണ് ഡൈനോഫ്ലാജെല്ലേറ്റ. അത് രണ്ട് ഗ്രൂവിലായിട്ടാണ് ഇരിക്കുന്നത്. ഒരെണ്ണം ബോഡിക്ക് ചുറ്റും ആണ് ഒരു ഗ്രൂവ് കിടക്കുന്നത്, വേറൊരു ഗ്രൂവ് ആദ്യം പറഞ്ഞ ഗ്രൂവിന് റൈറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രിഷൻ എന്ന് പറയുന്ന ഹോളോസോയിക് ഫോംസും ഉണ്ട്, ഹോളോഫൈറ്റിക് ഫോംസും ഉണ്ട്. അതായത് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഫോട്ടോസിന്തറ്റിക് ഫോംസും ഉണ്ട്. വേറെ ജീവികളിൽ ഫീഡ് ചെയ്യുന്ന വേറെ പ്ലാന്റ്സിനെ ഓർഗാനിസംസിനൊക്കെ ഫീഡ് ചെയ്യുന്ന ഹോളോസോയിക് ഫോംസും ഉണ്ട്. ഹോളോഫൈറ്റിക് ആണെങ്കിൽ അവയിൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ആയ ക്ലോറോഫിൽ എ, സി, സാന്തോഫിൽ, കാരോട്ടീൻസ് മുതലായ പിഗ്മെൻറ്റ്സ് കാണാം. ഇനി ചില ഭാഗങ്ങളിൽ ചില ഭാഗത്ത് നമ്മൾ സീ ഒക്കെ കാണുമ്പോഴത്തേക്ക് അതിനൊരു റെഡ് കളർ ഒരു ബ്രൗണിഷ് ടിഞ്ച് കാണാം. അതിന് കാരണം ഈ പറഞ്ഞ എന്താണ് ചില ഡൈനോഫ്ലാജെല്ലേറ്റിൻ്റെ അതിപ്രസരം മൂലമാണ് അതിന് ആ ഒരു റെഡ് കളർ വരുന്നത്. ഈ റെഡ് കളർ ഈ ഡൈനോഫ്ലാജെല്ലേറ്റിന് കൊടുക്കുന്നതിനുള്ള വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഡൈനോഫ്ലാജെല്ലേറ്റ്സിൽ എല്ലാ ഡൈനോഫ്ലാജെല്ലേറ്റ്സിലാണ് ചില ഡൈനോഫ്ലാജെല്ലേറ്റ്സിൽ ഒരു പ്രത്യേക തരം സാന്തോഫിൽ പിഗ്മെൻ്റായ പെർഡിനിൻ എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ആ പെർട്ടിക്കുലർ അല്ലെങ്കിൽ ചില ഫോംസ് ഓഫ് ഡൈനോഫ്ലാജെല്ലേറ്റ്സിന് ഈ കളറേഷൻ വരുന്ന ഈ കളറേഷനുള്ള ഡൈനോഫ്ലാജെല്ലേറ്റ്സിൻ്റെ അതിപ്രസരം വരുമ്പോഴാണ് സീ അപ്പിയേഴ്സ് ടു ബി ഐദർ റെഡ് ഓർ ബ്രൗൺ ഇൻ കളർ. അപ്പോഴാണ് നമ്മൾ റെഡ് ടൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വേറെ ഒരു പെക്യുലാരിറ്റി ഓഫ് ദിസ് ഫൈലം ഇസ് the organism show bioluminescence. Luminescence എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിനാണ് ലൂമിനെസൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബയോലൂമിനെസൻസോ ചില ബയോകെമിക്കൽ റിയാക്ഷൻസ്, ആ ജീവികളുടെ ശരീരത്തിൽ നടക്കുന്ന ചില ബയോകെമിക്കൽ റിയാക്ഷൻസ് കാരണം ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിനാണ് ബയോലൂമിനെസൻസ് എന്ന് പറയുന്നത്. ചില ഡൈനോഫ്ലാജെല്ലേറ്റ്സിന് ആ ഒരു കഴിവുണ്ട്. അപ്പോൾ അത് സ്പാർക്കിൾ ചെയ്യും, വെള്ളത്തിൽ കിടന്ന് സ്പാർക്കിൾ ചെയ്യാൻ തുടങ്ങും, തിളങ്ങാൻ തുടങ്ങും. പിന്നെ ഇവയിൽ റിസർവ് ഫുഡായി സ്റ്റാർച്ചും ഓയിലും ഒക്കെ കാണാറുണ്ട്. ചിലപ്പോൾ രണ്ടും കാണാറുണ്ട്, ചിലപ്പോൾ ഇത് സ്റ്റാർച്ച് ഓർ ഓയിലായിരിക്കാം കാണുന്നത്. റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് ഈ ജീവികളിൽ നടക്കുന്നത്? അഗൈൻ ഇവിടെയും ബൈനറി ഫിഷൻ നടക്കുന്നുണ്ട്. കൂടാണ്ട് അമീബയിലും ഒക്കെ ബൈനറി ഫിഷനാണ് നടക്കുന്നത്. ബൈനറി ഫിഷൻ കോമൺ ആയിട്ടുള്ളൊരു മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ലോവർ ഫോംസ് ആണ്. ഇത് കൂടാണ്ട് ഇതിൽ നടക്കുന്നത് സിൻഗമിയാണ്. സിൻഗമി എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഡിവിജ്വൽസ് ഫ്യൂസ് ചെയ്ത് അത് സൂസ്പോസ് ഉണ്ടാക്കുന്നു. ഓക്കെ, അതിനാണ് സിൻഗമി. ഓക്കെ, ഫ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് ഗമീറ്റ്സിനാണ് സിൻഗമി എന്ന് പറയുന്നത്.
ഓൺ ടു ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ആൽഗൽ ബ്ലൂംസിന് കാരണമാകുന്നത് ഈ പറഞ്ഞ ഡൈനോഫ്ലാജുലേറ്റ്സിൻ്റെ എക്സ്പ്ലോഷനാണ് ആൽഗൽ ബ്ലൂംസ് എന്ന് നമ്മൾ പറയുന്നത്. അത് റെഡ് സ്കമ്മായിട്ട് ഫോം ചെയ്യുമ്പോൾ നമ്മളതിനെ റെഡ് ടൈഡ്സ് എന്ന് വിളിക്കുന്നു. ഇവയ്ക്ക് ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദേ റിലീസ് സം ന്യൂറോടോക്സിക് സബ്സ്റ്റൻസസ്. ഓക്കെ, ന്യൂറോടോക്സിക് സബ്സ്റ്റൻസസ് ഇപ്പോൾ സാക്സിറ്റോക്സിൻ എന്നൊക്കെ പറയുന്ന ചില ന്യൂറോടോക്സിക് പോയ്സൺ സബ്സ്റ്റൻസസ് ഈ പറഞ്ഞ ഡൈനോഫ്ലാജുലേറ്റ്സ് റിലീസ് ചെയ്യുന്നു. അത് കൺസ്യൂം ചെയ്ത് ജീവികൾ, ഫിഷ് മുതലായ ഫിഷ്, മസിൽസ് മുതലായ അക്വാട്ടിക് ഓർഗാനിസംസ് പോകാൻ കാരണമാവുകയും ആ പറഞ്ഞ ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ജീവികളെ നമ്മൾ കഴിച്ചാൽ, നമ്മൾ ഭക്ഷണമായിട്ട് കഴിച്ചാൽ നമുക്ക് പോയ്സണിങ് ഉണ്ടാവുകയും മരണം വരെ സംഭവിക്കുകയും സാധ്യതയുണ്ട്. അതിനാണ് സിഗുറ്ററ പോയ്സണിങ് എന്ന് പറയുന്നത്. ദാറ്റ് യു ക്യാൻ നോട്ട് ഡൗൺ. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഐ ക്യാൻ ഗിവ്. സിഗുറ്ററ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടോക്സിൻ, ഒരു ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള, ചൂടടുപ്പിച്ച്, അതായത് നമ്മൾ കുക്ക് ചെയ്താലൊന്നും ആ പോയ്സൺ പോകത്തില്ല. ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ലിപ്പിഡ് കോമ്പൗണ്ടാണ്. ഓക്കെ, ഒരു ഫാറ്റ് കോമ്പൗണ്ടാണ്. ഹീറ്റ് സ്റ്റേബിളാണ്, ചൂടടുപ്പിച്ചാലൊന്നും അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ടോക്സിക് കോമ്പൗണ്ടാണ്. ഡൈനോഫ്ലാജുലേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിക് കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടാണ് ഫിഷിലൊക്കെ, ഫിഷ് ചത്തുപോകും ഡെഫിനറ്റ്ലി. മാത്രമല്ല ഫിഷിൻ്റെ ഓർഗൻസിലൊക്കെ ഇതിങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ബയോമാഗ്നിഫിക്കേഷൻ നടന്ന് കിടക്കും. ഓക്കെ, ഫിഷ് കുഞ്ഞു കുഞ്ഞ് പ്ലാങ്ക്ടൻസിനെയാണല്ലോ കഴിക്കണേ. ഈ പറഞ്ഞ ഡൈനോഫ്ലാജൻസിനെയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ശരീരത്തിൽ അമിതമായ അളവിൽ ഈ സിഗുറ്ററ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാവുകയും അത് ഫിഷിൻ്റെ പല അവയവങ്ങളിലായിട്ട് അത് ഡെപ്പോസിറ്റഡ് ആയി കിടക്കുകയും അത് നമ്മൾ കഴിച്ചാൽ നമുക്ക് നോസിയ, പെയിൻ, പിന്നെ കാർഡിയാക് അറസ്റ്റ് മുതലായ പ്രോബ്ലംസ്, ഈവൻ ന്യൂറോളജിക്കൽ പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവുക. ഫേറ്റലും ആണ്. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ് അബൌട്ട് സിഗുറ്ററ പോയ്സണിങ്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഇവിടെ കാണിച്ചേക്കുന്ന പടം ഐ ടോൾഡ് ഇറ്റ് ഈസ് നൊക്റ്റിലൂക്ക എന്ന് പറഞ്ഞ ഒരു ഓർഗാനിസമാണ്. മെറൈൻ പെലാജിക് ഓർഗാനിസമാണ്. ഇതിന് ഒരു ഷെല്ലൊന്നുമില്ല, ആമേർഡാണ്. പുറത്ത് കുന്തം പോലത്തെ സ്ട്രക്ചേഴ്സ് ഒന്നും ഇതിൽ കാണാനില്ല. ഇതിൻ്റെ അകത്ത് ഒപ്പോസ് ടു ഇറ്റ്സ് ജനറൽ ട്രേറ്റ്, നമ്മൾ ഡൈനോഫ്ലാജുലേറ്റ്സിൻ്റെ കോമൺ ട്രേറ്റ് ആയിട്ട് പറഞ്ഞത് 2 ഫ്ലജെല്ല ഉണ്ടെന്നാണ്. പക്ഷേ ഈ നൊക്റ്റിലൂക്കയിൽ 2 ഫ്ലജെല്ല ഇല്ല, ഒറ്റ ഫ്ലജെല്ലേ ഉള്ളൂ. ഒരു ഫ്ലജെല്ല ഉണ്ട്, ഒരു കോൺട്രാക്റ്റൈൽ ടെൻഡക്കിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫ്ലജെല്ലത്തിന് ഇക്വലൻ്റ് ആയിട്ട് അത് നിൽക്കുന്നുണ്ട്. സ്റ്റിക്കി കോൺട്രാക്റ്റൈൽ ലോങ് ടെൻഡക്കിൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ പുറമേ ഒരു കവറിങ് ആയിട്ട് ഒരു പെല്ലിക്കളുണ്ട്. തോടൊന്നുമല്ല, ജസ്റ്റ് ഒരു മെംബ്രെയിൻ പോലത്തെ സ്ട്രക്ചറാണ്. ട്രാൻസ്പെറൻറ്റ് ആൻഡ് സ്ഫെറിക്കൽ നേച്ചറാണ് ഈ ഓർഗാനിസത്തിനുള്ളത്. ഇതിനൊരു സൈറ്റോപ്ലാസം, അതിന് 2 ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പെരിഫറൽ റീജിയൻ വാക്യുലേറ്റഡ് ആണ്, നിറയെ വാക്യൂൾസ് കാണുന്നതാണ്. സെൻട്രൽ പാർട്ട് ഇസ് മോർ ഓർ ലെസ് ഡെൻസ് റീജിയൻ. പിന്നെ ഒരു ഫീഡിങ് അപ്പാരറ്റസ് ആയ സൈറ്റോസോം കാണുന്നുണ്ട്, വിച്ച് ഓപ്പൺസ് ഫൈനലി ഇൻ ടു എ സൈറ്റോഫാരിങ്സ്. മൗത്ത് ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യണതിന് അതുപോലെ തന്നെ അനലോഗസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിനൊരു കോൺട്രാക്റ്റൈൽ ടെൻഡക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു, സ്റ്റിക്കി കോൺട്രാക്റ്റൈൽ ടെൻഡക്കിൾ. അതാണ് അതിന് ഫീഡിങ്ങിന്, ലോക്കോമോഷനും ഒക്കെ സഹായിക്കുന്നത്. ഇതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹോളോസോയിക്കാണ്, വേറെ ഓർഗാനിസത്തിനെ ഫീഡ് ചെയ്യുന്നു. പ്രൈമറിലി കോപ്പിപോഡ്, വേറെ ചില പ്ലാങ്ക്ടൻസ് ആണ് കോപ്പിപോഡിനെ, ഫിഷിൻ്റെ എഗ്ഗിനെ, ലാവനെയൊക്കെയാണ് ഇത് ഫീഡ് ചെയ്യുന്നത്. അഗൈൻ ദിസ് ഈസ് എ പ്ലാങ്ക്ടോണിക് ഫോം, വി ഹാഡ് ടോൾഡ് ദാറ്റ്. അപ്പോൾ പ്ലാങ്ക്ടോണിക് അഡാപ്റ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അതിൻ്റെ ഫ്ലജെല്ലം അതിനെ ഫ്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. കൂടാണ്ട് ഇതിൻ്റെ അയണിക് കണ്ടൻറ്റ്, ഇതിൻ്റെ ശരീരത്തിൻ്റെ അയണിക് കണ്ടൻറ്റ് റെഗുലേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഇതിന്
ഉണ്ട്, ഈ ജീവികൾക്ക് ഉണ്ട്. ആക്റ്റീവ് കൺട്രോൾ നടത്താനുള്ള കഴിവ് ഈ ജീവികൾക്ക് ഉണ്ട്. അതും അതിൻ്റെ പ്ലാങ്ക്ടോണിക് ഫോം ഓഫ് ലൈഫിന് സഹായിക്കുന്നുണ്ട്. ഇനി ഓൺ ടു ദ റീപ്രൊഡക്ഷൻ. ബൈനറി ഫിഷനാണ് ഇവിടെയും നടക്കുന്നത്. കൂടാണ്ട് നടക്കുന്നതാണ് സ്പൊറുലേഷൻ. സ്പൊറുലേഷൻ വരുന്നതല്ല, മൾട്ടിപ്പിൾ ഫിഷനാണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൻ്റെ പുറം ഭാഗത്ത് ഒരു ഡിസ്ക് ഷേപ്പ് ഉള്ള ഒരു മൾട്ടി ന്യൂക്ലിയേറ്റ് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു മൾട്ടി ന്യൂക്ലിയേറ്റ് ഡിസ്ക് ഉണ്ടാകുന്നു. ആ ഡിസ്കിൽ നിന്ന് കുഞ്ഞ് ബഡ് പുറത്തേക്ക് ഉണ്ടായി വരുന്നു. ഓരോ ബഡും സ്പോർസായിട്ട്, ഓരോ കുഞ്ഞ് ഓരോ മുട്ടുകളും സ്പോർസായിട്ട് മാറി യൂണിഫ്ലജല്ലേറ്റ് സ്പോർസായി മാറുന്നു. ഈ സ്പോർസ് ഓരോരോ ഇൻഡിവിജ്വൽസായിട്ട് രൂപാന്തരപ്പെടുന്നു. അതിനാണ് സ്പോറുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് സൈറ്റോപ്ലാസത്തിൻ്റെ സർഫസിൽ ഒരു മൾട്ടി ന്യൂക്ലിയേറ്റ് സർഫസ് ഡിസ്ക് ഉണ്ടാകുന്നു. അതിൽ ഓരോ ന്യൂക്ലിയായും ഓരോ സ്പോറായി മാറുന്നു. സ്പോർസ്, യൂണിന്യൂക്ലിയേറ്റ് സ്പോർസ് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുന്നു. ഈ സ്പോർസിനൊക്കെ ബയോലൂമിനസൻസ് കാണുന്നുണ്ട്, അതായത് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൽ ലൂസിഫറേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉള്ളത് കൊണ്ടാണ് ഇതിന് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നൊക്റ്റിലൂക്കയുടെ ഈ സ്പൊറുലേഷൻ നടക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള സീ വാട്ടറിലാണ് കാണുന്നതെന്ന് പറഞ്ഞ് ഇറ്റ് സ്റ്റാർട്ട്സ് ഗ്ലോയിങ്. ഓക്കെ, അതിനാണ് സീ സ്പാർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കുഞ്ഞു നൊക്റ്റിലൂക്ക ഒരുമിച്ച് സീയിൽ കാണുമ്പോഴത്തേക്കും ഇത് അപ്പിയേഴ്സ് ആസ് സീ തിളങ്ങുന്ന പോലെ തോന്നും. അത് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ദോസ് ഹു ഇൻട്രസ്റ്റഡ് ക്യാൻ ഗോ ത്രൂ ഇറ്റ്. നെക്സ്റ്റ് ഫൈലം ഈസ് ഫൈലം പാരാബൈസാലിയ. ഇതിൻ്റെ സേലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിംബയോട്ടിക് ഫോംസ്. സിംബയോസിസ് എന്ന് പറഞ്ഞാൽ അത് വേറെ ജീവികളിൽ അസോസിയേറ്റ് ചെയ്താണ് ജീവിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഫ്ലജല്ല. ഒരു ഫ്ലജല്ല, രണ്ട് ഫ്ലജല്ല, പല ക്ലസ്റ്റേഴ്സായിട്ടാണ് ഫ്ലജല്ല കാണുന്നത്. ഇവിടെയാണെങ്കിൽ 2 ക്ലസ്റ്റേഴ്സായിട്ട് ഫ്ലജല്ല കാണുന്നുണ്ട്. ആൻഡ് ഫ്ലജല്ലയുടെ ബേസിൽ ബോഡി പാരൽ ബേസ് ബോഡി ആയിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ പേര് തന്നെ വന്നത്. പിന്നെ ഇറ്റ് പൊസസ്സസ് ആക്സോസ്റ്റൈൽ. ആക്സോസ്റ്റൈൽ വേറൊന്നുമല്ല, ഒരു റോഡ് പോലത്തെ, ഒരു കമ്പി പോലത്തെ സ്ട്രക്ചറാണ്. ബോഡിയുടെ നടുവിലൂടെ കാണുന്ന ഒരു സ്ട്രക്ചറാണ്, ബോഡിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന സ്ട്രക്ചറാണ് ആക്സോസ്റ്റൈൽ എന്ന് പറയുന്നത്. ദെൻ ദേ ആർ എയറോബിക് ഫോംസ്. അനേറോബിക് ഫോംസ് ആണ്. അതായത് ഓക്സിജൻ അതിന് ആവശ്യമില്ല. ഓക്സിജൻ ഇല്ലാണ്ട് അതിന് നിലനിൽക്കാൻ പറ്റുന്ന ഫോംസാണ് പാരാബൈസാലിഡ്സ് എന്ന് പറയുന്ന. ഓക്സിജൻ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ മൈറ്റോകോൺഡ്രിയ ആബ്സെൻ്റ് ആണ്. ബട്ട് ഇൻ ദ പ്ലേസ് ഓഫ് മൈറ്റോകോൺഡ്രിയ ദേ ഹാവ് സം അതർ സ്ട്രക്ചേഴ്സ് നോൺ ആസ് ഹൈഡ്രോജീനോസോംസ്. ഓക്കെ, അത് മൈറ്റോകോൺഡ്രിയയിൽ നിന്ന് ഉണ്ടായി വന്ന സ്ട്രക്ചേഴ്സ് ആയിട്ടാണ്. റെഡ്യൂസ്ഡ് മൈറ്റോകോൺഡ്രിയ എന്ന് പറയാവുന്ന സ്ട്രക്ചേഴ്സാണ് ഹൈഡ്രോജീനോസോംസ് എന്ന് പറയുന്നത്. Then another feature is that it lacks the cytosome or the feeding apparatus, അല്ലെങ്കിൽ ഫീഡിംഗ് ഗ്രൂവ് എന്ന് പറയാൻ പറ്റുന്ന സൈറ്റോസ്റ്റോം ഇതിൽ കാണുന്നില്ല. പാരാബൈസാലിഡ്സ് 2 കാറ്റഗറിയാണ് അതിൽ കാണുന്നത്. പാരാബൈസാലിഡ്സിൽ ട്രൈക്കോമോണാസും ഹൈപ്പോമാസ്റ്റിക്കോസും. അതിൽ ട്രൈക്കോമോണാഡ്സ് ആണ്, അവർക്ക് ഗ്രൂപ്പ്സ് ക്ലസ്റ്റർ ഓഫ് ഫ്ലജല്ല അവരിൽ കാണുന്നുണ്ട്. അവയാണ് ഈ പറഞ്ഞ പോലെ പാത്തോജൻസ് ആണ്. മിക്കപ്പോഴും പാത്തോജൻസ് അധികം പ്രശ്നം ഉണ്ടാക്കാത്ത, ഓക്കെ, നമുക്ക് ഭയങ്കര ഹാംഫുൾ അല്ലാത്ത എന്നാൽ പാത്തോജനിക് ഫോംസ് ആയിട്ട് മനുഷ്യരിലും മൃഗങ്ങളിലും ഇൻസെക്ട്സിലും ഒക്കെ കാണുന്നത് ഈ പറഞ്ഞ ട്രൈക്കോമോണാഡ്സിൽ വരുന്ന പാരാബൈസാലിഡ്സ് ആണ്. ഫ്രീ ലിവിങ് ഫോംസും ആ കൂട്ടത്തിൽ ഉണ്ട്. ഹൈപ്പോമാസ്റ്റിക്കോസിൽ സെവറൽ ഫ്ലജല്ലാർ ക്ലസ്റ്റേഴ്സ് കാണുന്നു. മറ്റത്
മിക്കപ്പോഴും 4-5 ഫ്ലജല അല്ലെങ്കിൽ ഒരു ഫ്ലജലാർ ക്ലസ്റ്റർ ആയിരിക്കും കാണുന്നത്. അതിൽ പല ഫ്ലജലാർ ക്ലസ്റ്റേഴ്സ് ഉള്ള